KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിനെതിരെ കേസെടുത്ത് പോലീസ്. ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പണം വാങ്ങി വഞ്ചിച്ചുവെന്നും പരാതിയിലുണ്ട്. 2018 മുതൽ അതുലുമായി സൗഹൃദമുണ്ടെന്നും 2026 ഒരു യാത്രക്കിടെയാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായതെന്നും പരാതിയിൽ പറയുന്നു. 1,60,000 രൂപയോളം പല ഘട്ടങ്ങളിലായി അതുൽ കൈപ്പറ്റിയെന്നും പരാതിയിലുണ്ട്. വനിതാ പോലീസാണ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള MC അതുലിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക ഉദ്ദേശത്തോടെ യുവതിയുടെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന യുവതിയുടെ പരാതിന്മേലാണ് ഇപ്പോൾ അതുലിനെതിരെ കേസെടുത്തിട്ടുള്ളത്. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ് അതുൽ. അതുലിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പണം വാങ്ങി വഞ്ചിച്ചു എന്നുമൊക്കെ ഈ ഒരു പരാതിയിൽ പറയുന്നുണ്ട്. 2018 മുതൽ അതുലുമായി സൗഹൃദമുണ്ടെന്നും 2026 ഒരു യാത്രക്കിടെയാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായത് എന്നും ഈ ഒരു യുവതി നൽകിയ പരാതിയിൽ പ്രധാനമായും പറയുന്നുണ്ട്. ഏകദേശം 1,60,000 രൂപ പല ഘട്ടങ്ങളിലായി അതിൽ കൈപ്പറ്റിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും വനിതാ പോലീസാണ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിനെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ലൈംഗിക ഉദ്ദേശത്തോടെ യുവതിയുടെ ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് പരാതി. യുവതി തന്നെയാണ് ഈ ഒരു പരാതി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പണം വാങ്ങി വഞ്ചിച്ചു എന്നും പരാതിയിലുണ്ട്. 2026 ഒരു യാത്രക്കിടെയാണ് തനിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായതെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത്. എന്തായാലും 1,60,000 രൂപയോളം പല ഘട്ടങ്ങളിലായി അതുൽ കൈപ്പറ്റിയെന്നും പരാതിയിലുണ്ട്. എന്തായാലും വനിതാ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. തൃശൂർ പാണക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ അച്ഛനും 2 ആൺമക്കളും അറസ്റ്റിൽ. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചത്. സംഭവത്തിൽ പ്രദേശവാസിയായ ജിൻഡോയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജിൻഡോയുടെ അച്ഛൻ ഔസേപ്പിനെതിരെയും സഹോദരൻ ജെയ്സനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലഹരി ഇടപാട് സംബന്ധിച്ചുള്ള മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. നിഖിലിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഷാമോനും പരിക്കേറ്റു. ഷാമോനും പ്രതി ജിൻഡോയും തമ്മിൽ അയൽത്തർക്കങ്ങളുണ്ടായിരുന്നു. പ്രതി ജിൻഡോയുടെ വീട്ടിലേക്ക് മുൻവൈരാഗ്യത്തെ തുടർന്ന് കൊല്ലപ്പെട്ട നിഖിലും സുഹൃത്തും ചേർന്നെത്തുകയും തർക്കമുണ്ടാകുകയുമായിരുന്നു. ഇതിനിടെ പ്രതി ജിൻഡോയുടെ സഹോദരനും സ്ഥലത്തെത്തിയിരുന്നു. തർക്കം അടിപിടിയിലേക്ക് വഴിമാറുകയും ജിൻഡോ നിഖിലിനെ കുത്തുകയുമായിരുന്നു. തൃശൂർ മാടക്കത്തറയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ ഇപ്പോൾ അച്ഛനെയും 2 ആൺമക്കളെയുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. 4 സെന്റ് ഉന്നതിയിൽ താമസിക്കുന്ന നിഖിലാണ് മരിച്ചിരുന്നത്. ഈ ഒരു സംഭവത്തിൽ പ്രദേശവാസിയായിട്ടുള്ള ജിൻഡോയെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും ഇവർ തമ്മിലൊരു അയൽത്തർക്കമൊക്കെ നിലനിന്നിരുന്നു. ജിൻഡോയുടെ അച്ഛൻ ഔസേപ്പിനെതിരെയും സഹോദരനായിട്ടുള്ള ജെയ്സനെതിരെയും ഒക്കെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ലഹരി ഇടപാട് സംബന്ധിച്ചുള്ള മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇത്തരത്തിൽ നിഖിലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ഷാമോനും ഈ ഒരു തർക്കത്തിൽ പരിക്കേറ്റിരുന്നു. ഷാമോനും പ്രതി ജിൻഡോയും തമ്മിലാണ് അയൽത്തർക്കം ഉണ്ടായിരുന്നത്. പ്രതി ജിൻഡോയുടെ വീട്ടിലേക്ക് മുൻവൈരാഗ്യത്തെ തുടർന്ന് കൊല്ലപ്പെട്ട നിഖിലും ഈ ഒരു സുഹൃത്തും ചേർന്ന് എത്തുകയും ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുകയുമായിരുന്നു. ഇതിനിടയിൽ പ്രതി ജിൻഡോയുടെ സഹോദരനും സ്ഥലത്തെത്തിയിരുന്നു. ഈ ഒരു തർക്കമാണ് പിന്നീട് അടിപിടിയിലേക്ക് മാറിയത്. ഇതിനുശേഷമാണ് ജിൻഡോ അഖിലിനെ കുത്തിയത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അച്ഛനെയും 2 മക്കളെയുമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യബന്ധനത്തിനിടെ ബോട്ടിന്റെ എഞ്ചിൻ റൂമിൽ നിന്നുള്ള രാസവസ്തു ശ്വസിച്ച് മരിച്ച 2 പശ്ചിമ ബംഗാൾ സ്വദേശികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. റിബൻ ദാസ്, ഷഹബേദ് ദാസ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാവിലെയാണ് ബേപ്പൂർ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 4 പേർക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായത്. ബോട്ടിന്റെ എഞ്ചിൻ ലീക്ക് കണ്ടതിനെ തുടർന്ന് പരിശോധന നടത്തുന്നതിനിടെ 4 തൊഴിലാളികൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. എഞ്ചിൻ റൂമിൽ നിന്നും കെമിക്കൽ കലർന്ന വായു ശ്വസിച്ചതാവാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചികിത്സയിലുള്ള മറ്റ് 2 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സംഭവത്തിൽ ബേപ്പൂർ കോസ്റ്റൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി.
മത്സ്യബന്ധനത്തിനിടെ ബോട്ടിന്റെ എഞ്ചിൻ റൂമിൽ നിന്നുള്ള രാസവസ്തു ശ്വസിച്ച് 2 പശ്ചിമ ബംഗാൾ സ്വദേശികൾ മരിച്ചിരുന്നു. ഇവരുടെ പോസ്റ്റ്മോർട്ടമാണ് ഇന്ന് നടക്കുന്നത്. കോഴിക്കോട് ബേപ്പൂരിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഈ മരിച്ച 2 പശ്ചിമ ബംഗാൾ സ്വദേശികളുടെയും പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കുന്നത്. റിബൻ ദാസ്, ഷഹബേ ദാസ് എന്നിവരാണ് ഇത്തരത്തിൽ മരിച്ചത്. എന്തായാലും ഇന്നലെ രാവിലെയാണ് ബേപ്പൂർ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 4 പേർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നൊരു വിവരം ലഭിച്ചിരുന്നത്. എന്തായാലും ബോട്ടിന്റെ എഞ്ചിനിൽ ലീക്ക് കണ്ടതിനെ തുടർന്ന് പരിശോധന നടത്തുന്നതിനിടെ ഈ 4 തൊഴിലാളികളും കുഴഞ്ഞു വീഴുകയായിരുന്നു. എഞ്ചിൻ റൂമിൽ നിന്നും കെമിക്കൽ കലർന്ന വായു ശ്വസിച്ചതാവാം മരണ കാരണമെന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം. എന്തായാലും ചികിത്സയിലുള്ള മറ്റ് 2 പേരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും സംഭവത്തിൽ ബേപ്പൂർ കോസ്റ്റൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഏപ്രിൽ അവസാന വാരത്തോടുകൂടി വേനൽ മഴ ശക്തമായേക്കും. വടക്കൻ കർണാടകത്തിനും മഹാരാഷ്ട്രയ്ക്കും മുകളിൽ നിലനിന്നിരുന്ന എതിർ ചക്രവാതമാണ് ഈ ദിവസങ്ങളിൽ താപനില ഇത്രത്തോളം ഉയരാൻ കാരണമായത്. ഇത് ഇടിമഴ മേഘങ്ങൾ ഉണ്ടാകുന്നതിനും തടസ്സമായിരുന്നു. ഇന്നത്തേതുകൂടി ഈ പ്രതിചക്രവാതം ദുർബലമാകും. ഇത് അന്തരീക്ഷം താപനില കുറച്ച് തണുക്കാൻ സഹായകമാകും. ഏപ്രിൽ അവസാന ആഴ്ചയോടുകൂടി തന്നെ വേനൽ മഴ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ ഇപ്പോൾ ഈ ചുട്ടുപൊള്ളുന്ന ഒരു താപനിലയാണ്. എന്തായാലും ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോഴും സംസ്ഥാനത്തെ താപനില മുന്നറിയിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇപ്പോഴും മുന്നറിയിപ്പ് തന്നെയാണ്. എന്തായാലും പാലക്കാടും 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു മുന്നറിയിപ്പും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇതിനിടയിലും ഒരു ആശ്വാസ വാർത്ത എന്നത് ഏപ്രിൽ അവസാന വാരത്തോടുകൂടി തന്നെ വേനൽമഴ ശക്തമാകുമെന്നൊരു കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളൊരു അറിയിപ്പ് കൂടി തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായത്. വടക്കൻ കർണാടകത്തിനും മഹാരാഷ്ട്രയ്ക്കും മുകളിൽ ഒരു എതിർചക്രവാതം ഒരു പ്രതിഭാസം നിലനിന്നിരുന്നു. ഈ ഒരു പ്രതിഭാസമാണ് ഈ ദിവസങ്ങളിൽ താപനില ഇത്രത്തോളം ഉയരാൻ കാരണമായതെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രതിഭാസം കാരണമാണ് ഇടിമഴ മേഘങ്ങൾ ഉണ്ടാകുന്നതിന് തടസ്സമായതെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തോടുകൂടി ഈ ഒരു പ്രതിചക്രവാതം ദുർബലമാകുമെന്നാണ് പറയുന്നത്. ഇതോടുകൂടി അന്തരീക്ഷം കുറച്ച് തണുക്കാനൊക്കെ സഹായിക്കും. എന്തായാലും ഏപ്രിൽ അവസാനത്തെ ആഴ്ചയോടുകൂടി വേനൽമഴ ശക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.